ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരാനാകാതെ രക്ഷാസംഘം. മൂടൽമഞ്ഞും ദുർഘടമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളി. ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ വർസാഖാന് സമീപം ഇടിച്ചിറക്കുകയായിരുന്നു. അപകടത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് രാംകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. രാംകുമാർ, മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ ആയത്തുള്ള ഖൊമേനിയുടെ പ്രതികരണം ഉൾപ്പെടെ വരുന്നുണ്ട്. ഈ അപകടത്തെ സംബന്ധിച്ച്, രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. ഗോകുൽ, ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ രക്ഷാസംഘം ഈ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കിയ ആ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് ക്രസൻറ്റിലെ തന്നെ ചില ഉന്നത ഉദ്യോഗസ്ഥർ അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 പേരുമായി ഇവർക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആശ്വാസകരമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ അപകടം ഒരു ആശങ്കപ്പെടുന്ന വിധത്തിൽ തീവ്രത ഉള്ള ഒരു അപകടമല്ല എന്നാണ് ഇപ്പോൾ അനൗദ്യോഗികമായ ചില റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇറാൻ കടുത്ത ഒരു ആശങ്കയിലൂടെ, അല്ലെങ്കിൽ അവരൊരു വളരെയധികം ഒരു ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണിത്. കാരണം ഇപ്പോഴും ഈ ഹെലികോപ്റ്റർ എവിടെയാണെന്നോ ഇബ്രാഹിം റൈസി അടക്കമുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണെന്നോ ഒരു ഉറപ്പുള്ള ഒരു വിവരങ്ങൾ പോലും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇറാനിലെ പള്ളികളിലെല്ലാം തന്നെ കൂട്ടപ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അയത്തുള്ള ഖൊമേനി എല്ലാവരോടും ഈ പ്രാർത്ഥിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞു, ഇറാൻ ഒരിക്കലും ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോവില്ല തുടങ്ങിയ കാര്യങ്ങളടക്കം അദ്ദേഹം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ റെഡ് ക്രസൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 65ഓളം സംഘങ്ങളാണ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്. ജോൾഫ, അതുപോലെ വർസാഖാൻ എന്നീ പറയുന്ന ഈ 2 നഗരങ്ങൾക്കിടയിലുള്ള വനമേഖലയിലാണ് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പ്രദേശത്ത് കടുത്ത മൂടൽമഞ്ഞ് നിലനിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇത് പർവ്വതങ്ങളും മറ്റുമുള്ള ഒരു വളരെ ദുർഘടം പിടിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഈ മഴ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ സ്ഥലം ചെളിയും മറ്റും ഉണ്ടായിട്ട് ഈ തെരച്ചിൽ സംഘത്തിന് അവിടെ സഞ്ചരിക്കാനും മറ്റും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇവർ നേരത്തെ അവിടെ ഹെലികോപ്റ്ററിൽ മറ്റും ഒരു വ്യോമ നിരീക്ഷണത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ മൂടൽമഞ്ഞ് കാരണം അത് പുരോഗമിച്ചില്ല. അവർക്ക് ഈ ഹെലികോപ്റ്ററിലുള്ള തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. പകരം റോഡ് മാർഗമുള്ള അല്ലെങ്കിൽ കരപ്രദേശത്തു കൂടിയുള്ള ഒരു തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആശയവിനിമയം ഒട്ടും തന്നെ സാധ്യമല്ലാത്ത ഒരു മേഖലയാണ്. അവിടെ നിന്ന് വരുന്ന ചെറിയ വിവരങ്ങളാണ് ഈ രക്ഷാ സംഘത്തിന് ഹെലികോപ്റ്റർ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇതിൽ കൂടുതൽ ഒരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. അതേസമയം ഈ ഇറാന്റെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ പിന്തുണ അർപ്പിച്ച് ലോക രാജ്യങ്ങളെല്ലാം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ തെരച്ചിലിനടക്കം സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് സൗദി അറേബ്യ, തുർക്കി, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങളെത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു അപകടത്തിൽ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഇബ്രാഹിം റൈസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഹമാസ് അറിയിച്ചു. ഹമാസ് അവിടെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹമാസിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച നേതാവാണ് ഇബ്രാഹിം റൈസി. ഇബ്രാഹിം റൈസിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട്. US ഈ സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവർ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇസ്രായേൽ പക്ഷത്തുള്ള UK പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗോകുൽ, രാംകുമാർ, ഈ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൻ്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ഒക്കെ ഘട്ടത്തിൽ രാജ്യത്തെ മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് ഈ അപകടത്തിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആയത്തുള്ള ഖൊമേനിയുടെയൊക്കെ പ്രതികരണങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം വൈകാരികവും അത്രത്തോളം ഗൗരവമായും അവർ ആ അപകടത്തെ ഉറ്റുനോക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും ഗോകുൽ, ഇബ്രാഹിം റൈസി അവിടുത്തെ ഒരു ഇസ്ലാം മതപണ്ഡിതനായിരുന്നു. അതിനുശേഷം ജുഡീഷ്യറിയിൽ വളരെ ഉന്നതമായ പദവികൾ വഹിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. 2017 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് 2021 അദ്ദേഹം മത്സരിച്ച് ജയിച്ചു. എന്നാൽ പിന്നീട് ഒരുപാട് വെല്ലുവിളികൾ ഇബ്രാഹിം റൈസിക്ക് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ഹിജാബ് വിരുദ്ധ സമരത്തിലൊക്കെ വലിയ ആഭ്യന്തരമായ ഒരു സമ്മർദ്ദം ഇബ്രാഹിം റൈസിക്ക് നേരിടേണ്ടി വന്നു. അദ്ദേഹം ഒരു മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന
മനുഷ്യാവകാശ സംഘടനകളും അതുപോലെ ലോകരാജ്യങ്ങളും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. US അടക്കമുള്ള രാജ്യങ്ങൾ ഇബ്രാഹിം റൈസിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അപ്പോഴും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിൽ യുദ്ധമുണ്ടാവുന്നത്, ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധമുണ്ടാവുന്നത്, ഗസയിലെ കൂട്ടക്കുരുതി ഉണ്ടാവുന്നത്. ഈ ഘട്ടത്തിൽ ഗസയ്ക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുകയും ഹമാസിന് ആയുധങ്ങൾ ഉൾപ്പെടെ നൽകി അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ ഈ ആഭ്യന്തര സംഘർഷങ്ങൾ പലപ്പോഴും മറന്നുപോവുകയും ഈ ഒരു അമേരിക്കൻ വിരുദ്ധതയിൽ ഊന്നിയ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസിക്ക് വീണ്ടും ആ പിന്തുണ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അസർബൈജാനിൽ ഒരു ഡാമിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശനം നടത്തി മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഗോകുൽ. ശരി, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇറാനിലെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട് ഈ രക്ഷാസംഘത്തിനെന്ന പ്രതീക്ഷ നൽകുന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ അപകടത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഏതായാലും ഏറെ ഗൗരവത്തോടു കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് അപകടത്തിൽപ്പെട്ട വാർത്തയോട് ഇറാൻ സമൂഹം പ്രതികരിക്കുന്നത്. ആയത്തുള്ള ഖൊമേനിയുടെ അടക്കം പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരികയും ചെയ്തു.